ഇറാൻ കരുത്തോടെ മുന്നോട്ടു പോകുന്നു. ഉപരോധമൊന്നും ഇറാന്റെ കുതിപ്പിനെ തടയാനാവുന്നില്ല. ഇസ്രായേൽ ആക്രമണ ഭീഷണിക്കിടെ പുതിയ യുദ്ധക്കപ്പലുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇറാൻ. ഫെബ്രുവരി 13-നാണ് കപ്പലുകൾ സേനയുടെ ഭാഗമായത്. പേർഷ്യൻ ഗൾഫ് തുറമുഖ നഗരമായ ബുഷറിൽ ഇറാൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിനിടെയായിരുന്നു കപ്പലുകൾ ലോഞ്ച് ചെയ്തത്. ഷാഹിദ് മഹല്ലദി കപ്പൽ നിർമ്മാണ കമ്പനിയാണ് 10 കപ്പലുകൾ നിർമ്മിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതി പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാന്റെ നീക്കമെന്നത് ശ്രദ്ധേയം. യുഎസിനും പ്രസിഡന്റ് ട്രംപിനും ഏറെ തലവേദന നൽകുന്ന രാജ്യമാണ് ഇറാൻ. മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിക്കുന്നത് ഇറാനാണെന്നും പറയാം. മേഖലയിലെ സായുധ ഗ്രൂപ്പുകളായ ഹിസ്ബുള്ള, ഹൂതികൾ, ഗസയിലെ ഹമാസ് എന്നിവരുടെയെല്ലാം കടിഞ്ഞാൺ ഇറാന്റെ കയ്യിലാണ്. ഒരു രാജ്യമെന്ന നിലയിൽ ഒരുപാട് പരിമിതികൾ ഇറാനുണ്ട്. എന്നാൽ സായുധ ഗ്രൂപ്പുകളായ ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കുമൊന്നും അത്തരം പ്രശ്നങ്ങളില്ല. ഹമാസ് നേതാവ് ഇറാന്റെ മണ്ണിൽ കൊല്ലപ്പെട്ടത് ഇറാന് വലിയൊരു പ്രഹരമായിരുന്നു. പിന്നിൽ ഇസ്രായേലിന്റെ ചാര ഏജൻസി മൊസാദും. ഇറാൻ തിരിച്ചടിച്ചത് ഈ സായുധ ഗ്രൂപ്പുകളുടെ സഹായത്തോടെയാണ്. ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ഏറെ വെള്ളം കുടിപ്പിച്ചു. ഇസ്രായേലിന്റെ കരുത്തായ പ്രതിരോധ സംവിധാനം അയൺ ഡോം ഉൾപ്പെടെ പരാജയപ്പെട്ടു. ഇസ്രായേലിനെ ഏറെ ഞെട്ടിച്ച സംഭവമാണിത്. ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് ഇറാനാണെന്ന് വ്യക്തമാണ്. ഇറാന്റെ കരുത്ത് റഷ്യയും. അത്യാധുനിക ആയുധങ്ങൾ ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തത് ശരിക്കും ആ രാജ്യത്തെ പരിഭ്രാന്തരാക്കി. ശത്രുവിനെ നിസ്സാരനായി കാണരുതെന്ന പാഠമാണ് ഈ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിന് ലഭിച്ചത്. യുഎസിനും ഇറാൻ തലവേദനയാണ്. ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടും ഇറാനെ പൂർണ്ണമായി തകർക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലിന് ഇറാൻ ഏൽപ്പിക്കുന്ന ഓരോ പ്രഹരവും യുഎസിന് കൂടിയുള്ള അടിയാണ്. മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധകാലത്തും ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ഇറാനെ തകർക്കാൻ യുഎസ് പല വഴികൾ തേടുന്നതിന് കാരണം ഇതാണ്. ഇറാനെ തകർക്കാനുള്ള, പ്രതിരോധത്തിലാക്കാനുള്ള മാർഗം അതിൻ്റെ ന്യൂക്ലിയർ സംവിധാനങ്ങൾ തകർക്കുകയാണ്. ഇസ്രായേലിനെ ആയുധമാക്കി ഇറാനെ തകർക്കുക എന്ന തന്ത്രമാണ് യുഎസ് പയറ്റുന്നത്. ഉടൻ, അതായത് ഈ വർഷം തന്നെ ഇസ്രായേൽ ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്നാണ് റിപ്പോർട്ട്. വാൾസ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാന്റെ ന്യൂക്ലിയർ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും ആക്രമണം. ആണവായുധം സ്വന്തമാക്കുന്ന ഇറാൻ യുഎസിനും ഇസ്രായേലിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണത്. ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ വളരെ വേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാണ്. ബൈഡന്റെ ഭരണകാലത്ത് നടത്തിയ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന്റെ ദൗർബല്യങ്ങൾ മുതലെടുക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നാണ്. അടിയന്തര നടപടി ഉണ്ടാവില്ലെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആക്രമണത്തിന് ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണ തേടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി കനത്ത ആക്രമണം ഇറാന്റെ മേൽ നടത്താനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ആക്രമണത്തിന് പിന്തുണയ്ക്കായി ട്രംപ് ഭരണകൂടത്തോട് ഇസ്രായേൽ നിരന്തരം ആവശ്യം ഉന്നയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആക്രമണത്തിന് ട്രംപ് പിന്തുണ നൽകുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഉടൻ ആക്രമണം നടത്താൻ ട്രംപ് തയ്യാറാവില്ല. ഇക്കാര്യം ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇറാനുമായി ചർച്ചകൾ നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത്.